സെറാഗോയിൻ്റെ കുറച്ച് കാര്യങ്ങൾ ബേസിക്കായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്ത് തരാം. ഓക്കെ, ഇതിൻ്റെ ഡിസ്കവർ എന്നുള്ള ഓപ്ഷൻ എടുക്കുക. സെറാഗോയിൻ ലിസ്റ്റ് ചെയ്ത എക്സ്ചേഞ്ചാണിത്. പാൻകേക്സ്വാപ്പ് എന്ന് പറഞ്ഞാൽ ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചാണ്. ആ എക്സ്ചേഞ്ചിലാണ് നിലവിൽ സെറാഗോയിൻ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി അസറ്റിൽ പോയിട്ട് സെറിൻ്റെ മാർക്കറ്റ് എടുക്കാം. ഇതാണ് സെറിൻ്റെ മാർക്കറ്റ്. ഇപ്പോൾ ലൈവായിട്ടില്ല. ഇവിടെ ലിക്വിഡിറ്റി കാണിക്കും. $4.45 മില്യൺ വർത്തുള്ള BNB ആണ് ലിക്വിഡിറ്റി ആയിട്ട് വരുന്നത്. ഓക്കെ, അവിടെ ഡെയിലി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന വേരിയേഷൻ കാണാൻ പറ്റും. ഇനി ലിക്വിഡിറ്റി ലോക്കിൻ്റെ ഡീറ്റെയിൽ ഇവിടെ പൂള് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ആ പൂൾ എടുത്താൽ മതി. പൂളിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ താഴെ LP ഡീറ്റെയിൽസ് കാണാം. ലിക്വിഡിറ്റി പൂളിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ കാണിക്കും ലോക്ക്ഡ്. ഓക്കെ, ഇനി ഇത് എത്ര കാലം ലോക്കാണ് എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി നമ്മൾ AVE.ai എന്ന് പറഞ്ഞ ആപ്പ് പ്ലേ സ്റ്റോറിൽ ഉണ്ടാവും. അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അതിലെല്ലാ ഡീറ്റെയിൽസും കിട്ടും. ഓക്കെ, അത് ഓപ്പൺ ആക്കുക. അത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമ്മൾ സെറിൻ്റെ കോൺടാക്റ്റ് അഡ്രസ്സ് കോപ്പി ചെയ്യുക. എന്നിവിടെ സെർച്ചിൽ കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്യുക. അപ്പോൾ സെറ ടോക്കൺ വരും. ഓക്കെ, ഇതിൽ ഡീറ്റെയിൽ കാണിക്കാം. ഇതിൽ ലിക്വിഡിറ്റി ലോക്ക്ഡ് ഇവിടെ കാണിക്കും. ജസ്റ്റ് അവിടെ ഒന്ന് ടച്ച് ചെയ്താൽ മതി. ഇവിടെ കാണിക്കും അൺലോക്ക് ഡേറ്റ് 2029 ജനുവരി മാസം വരെ ആണ് ലിക്വിഡിറ്റിൻ്റെ അൺലോക്ക് ഡേറ്റ് വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ റിസ്ക് കാര്യങ്ങൾ നോക്കാം. ഇവിടെ ഡീറ്റെയിൽ മേലെ ഹോൾഡേഴ്സിൻ്റെ എണ്ണം ഉണ്ടാവും. ഹോൾഡേഴ്സ് അവിടെ എണ്ണം കാണിക്കും. ഇനി ഇവിടെ റിസ്ക് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിൻ്റെ റിസ്ക് കാര്യങ്ങൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് റിസ്ക് എന്നുള്ള ഓപ്ഷൻ ടച്ച് ചെയ്യാം. ഇവിടെ ഫസ്റ്റായിട്ടുള്ള കാര്യം ഓണർ റെനൗൺസ്ഡ് ആണ്. അതായത് ഇതിൻ്റെ ഓണർക്ക് ഇതിലൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. ഓക്കെ, അതേപോലെ തന്നെ താഴെ പോയി കഴിഞ്ഞാൽ റിസ്ക് 20% റിസ്ക് കാണിക്കുന്നത്. നമുക്ക് താഴെ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാ റിസ്ക്കുകളും എല്ലാം ഗ്രീൻ മാർക്ക് കാണാം. എല്ലാ റിസ്ക്കും റിമൂവ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ കാണുന്നത്. ഇതെല്ലാം വായിച്ചു നോക്കാം. അതേപോലെ തന്നെ ഇവിടെ പിങ്ക് സൈഡിൽ ഉള്ള വാലറ്റിലുള്ളത് 58.44% പിങ്ക് സൈഡിൽ കിടക്കുന്നത് കാണിക്കാം. ലോക്കഡാണത്. അതേപോലെ തന്നെ നമ്മൾ ഈ ബ്ലാക്ക് ഹോൾ എന്നുള്ള വാലറ്റ് നമ്മൾ ബേണായി പോകുന്ന കോയിന്, ആ ബേണായി പോകുന്ന കോയിൻ്റെ വാലറ്റാണിത്. ഓക്കെ, ഇനി നമുക്ക് ഡെവലപ്പർ കോയിനും അതേപോലെ എയർ ഡ്രോപ്പ് വരുന്ന പിങ്ക് സൈഡിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം. നമ്മൾ ഗൂഗിളിൽ തുറന്ന് പിങ്ക് സൈൽ സെർച്ച് ചെയ്താൽ മതി. പിങ്ക് സൈൽ എന്നുള്ള ഓപ്ഷൻ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിങ്ക് സൈലിലേക്ക് കയറും. പിങ്ക് സൈൽ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഇവിടെ കണക്റ്റ് കൊടുക്കുക. ടോക്കൺ പോക്കറ്റ് സെലക്ട് ചെയ്യുക. ഓക്കെ, ജസ്റ്റ് കണക്റ്റ് കൊടുത്താൽ മതി. ഇതിൽ ഓപ്ഷനിൽ പിങ്ക് ലോക്ക് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. അതിൽ ടോക്കൺസ് എടുക്കുക. പിങ്ക് ലോക്കറിലുള്ള ഒരുപാട് ടോക്കൺസ് ഇതിൽ കാണാൻ പറ്റും. ഇതെല്ലാം പിങ്ക് ലോക്കറിലുള്ള ടോക്കൺസാണ് കേട്ടോ. സെറ മാത്രമല്ല പിങ്ക് ലോക്കറിലുള്ളത്. ഇതവിടെ ഒരുപാട് പേജുകളുണ്ട്. ഒക്കെ സെർച്ച് ചെയ്ത് നോക്കാൻ പറ്റും. നമുക്ക് സെറിൻ്റെ കോൺടാക്റ്റ് അഡ്രസ്സ് ഇവിടെ സെർച്ച് ചെയ്യാം. എൻ്റെ സെറിൻ്റെ കോൺടാക്റ്റ് അഡ്രസ്സ് സെർച്ച് ചെയ്യാം. ഓക്കെ, ഈ വ്യൂ എന്നുള്ള ഓപ്ഷൻ എടുക്കാം. ഓക്കെ, ഇതാണ് ഇപ്പോൾ ടോട്ടലി ഉള്ളത്. ഇതിൽ ഫസ്റ്റത്തെ ഒരു വാലറ്റിൻ്റെ വ്യൂ നമുക്ക് എടുത്ത് നോക്കാം. ഓക്കെ, ഇതിൽ നമുക്ക് നോക്കി അറിയാൻ പറ്റും ടോട്ടൽ എമൗണ്ട് ലോക്ക്ഡ് 8500 സെറ. ഇത് പെർ ഡേ റിലീസ് ആവുന്നത് ലാസ്റ്റ്. ഓക്കെ, ഈ ഒരു വാലറ്റ് ഓപ്പണായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇൻവെസ്റ്റിംഗ് ഇൻഫോ എന്നുള്ളൊരു പേജ് എടുത്തു കഴിഞ്ഞാൽ ഇത് ഫസ്റ്റത്തെ പൂളാണ്. അതായത് സെറ സ്റ്റാർട്ട് ചെയ്ത അന്ന് ഇത് ഡിസംബർ. ഓക്കെ, ഡിസംബർ മാസം റിലീസായ കോയിനാണ് 8500. ഈ ഒരു പൂളിൽ നിന്ന് 8500 കോയിൻ വെച്ചിട്ടാണ് ഡെയിലി നമുക്ക് റിലീസായിക്കൊണ്ടിരുന്നത്. ഓക്കെ, ആ ഒരു പൂളാണ് ഇത്. ഇതിൻ്റെ എൻഡ് ഡേറ്റ് നമുക്ക് നോക്കി നോക്കാം. ഏകദേശം 1000 ദിവസം
1000 ദിവസമാണ് നമുക്ക് എയർ ഡ്രോപ്പ് കിട്ടുക. അത് എയർ ഡ്രോപ്പ് എൻഡ് ആവുന്ന ഡേറ്റാണിത്. 2028 8-ാം മാസം വരെയാണ് നമുക്ക് എയർ ഡ്രോപ്പ് കിട്ടിക്കൊണ്ടിരിക്കുക. ഓക്കെ, 1000 ദിവസം 1000 ദിവസം ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കാം. രണ്ടാമത്തെ വാലറ്റിൻ്റെ വ്യൂ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വരുന്നത്. ഇതിൽ 7 ഡേ ആണ് കാണിക്കുന്നത്. അതായത് കമ്പനിയുടെ വാലറ്റാണിത്. ഏകദേശം 21 ലക്ഷം കോയിനാണ് ഈ വാലറ്റിലുള്ളത്. ഇതാണ് കമ്പനീൻ്റെ പ്രോഫിറ്റ്, കമ്പനിൻ്റെ വാലറ്റ്. ഇതിൽ ഓരോ ഡേറ്റ് നോക്കി അറിയാൻ പറ്റും. ഇതിൽ വീക്കിലി 7 ദിവസം കൂടുമ്പോഴാണ് അവർക്ക് ക്രെഡിറ്റ് ആയിക്കൊണ്ടിരിക്കുക. അതായത് അവരെ അസറ്റ് 21 ലക്ഷം കോയിനും ഈ ഒരു ലോക്കറിൽ ലോക്കാണ്, ഈ ഒരു പൂളിൽ ലോക്കാണ്. അവർക്ക് ആഴ്ചയിൽ ഈ ഒരു 3990 കോയിൻ വെച്ചിട്ട് കമ്പനിക്ക് കിട്ടും. അതാണ് കമ്പനീൻ്റെ പ്രോഫിറ്റ്. ഇതിൽ ഡേറ്റ് നോക്കി അറിയാൻ പറ്റും. സ്റ്റാർട്ടിങ് അന്ന് മുതൽ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് കമ്പനിൻ്റെ കോയിന്. ഇത് ലാസ്റ്റ് എന്നാ കിട്ടുക എന്നുള്ളത് നമുക്ക് ഇതിൻ്റെ ലാസ്റ്റ് പേജിൽ നോക്കി അറിയാൻ പറ്റും. ഏകദേശം 2035 വരെയാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചത്. അപ്പോൾ 2035 വരെ ആവും. 21 ലക്ഷം കോയിൻ കമ്പനിക്ക് കിട്ടണമെങ്കിൽ 2035 വരെ ആയിരിക്കും. ഇനി നമുക്ക് ബാക്ക് അടിച്ച് അടുത്ത വാലറ്റ് നോക്കി നോക്കാം. അടുത്ത് നമുക്ക് ഈ ഒരു വാലറ്റ് നോക്കി നോക്കാം. ജസ്റ്റ് ഒരു വ്യൂ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു വാലറ്റ് ഓപ്പൺ ആയിട്ട് വരും. ഓക്കെ, ഇതിൽ 4250 സെറ കോയിനാണ് ഡെയിലി റിലീസ് ചെയ്തത്. ഇതിൻ്റെ ഇൻഫർമേഷൻ എടുത്ത് നോക്കാം. ഓക്കെ, ഇത് രണ്ടാമത്തെ പൂളാണ്. ഏകദേശം ഇത് സ്റ്റാർട്ട് ചെയ്തത് 2026 മാർച്ചിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, ഏകദേശം ഡെയിലി റിലീസാണ് 4250 കോയിന്. ഇനി അടുത്തൊരു പൂള് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഈ ഒരു വ്യൂ എടുത്ത് വന്ന് ഓക്കെ, അതിൻ്റെ താഴെ വെസ്റ്റിംഗ് ഇൻഫോ ഉണ്ട്. ഓക്കെ, ഇതാണ് ലാസ്റ്റ് ഓപ്പണായ പൂള്. ഏകദേശം ജൂൺ മാസം സ്റ്റാർട്ട് ചെയ്ത പൂളാണിത്. ഓക്കെ, ഇതിൽ ഏകദേശം 4675 കോയിനാണ് റിലീസായിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ 3 പൂളാണ് ഓപ്പൺ ആക്കിയത്. അതിൽ ഫസ്റ്റത്തിൽ ഏകദേശം 8500 പ്ലസ് 4250 രണ്ടാമത്തെ പൂള്, മൂന്നാമത്തെ പൂള് 4675. ഓക്കെ, ഏകദേശം 17425 കോയിനാണ് ഡെയിലി റിലീസാവേണ്ടത്. അത് നമുക്ക് സൈറ്റ് തുറന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, സൈറ്റ് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇൻഫർമേഷൻ്റെ ചിഹ്നം കാണിക്കും. അതിൽ ജസ്റ്റ് ടച്ച് ചെയ്താൽ മതി. ഓക്കെ, ഏകദേശം ഡെയിലി മൈനിങ് പൂൾ 17425 ഇവിടെ കാണിക്കും. ഓക്കെ, ഇനി നമുക്ക് പിങ്ക് സൈൽ തന്നെ എടുക്കാം. അടുത്തൊരു പൂളും കൂടെ ചെക്ക് ചെയ്ത് നോക്കാം. അടുത്തൊരു പൂള് നമുക്ക് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് നോക്കാം. അതിൽ വി കൊടുത്തു കഴിഞ്ഞാൽ ആ പൂൾ ഓപ്പൺ ആയിട്ട് വരും. അതിൽ ഇൻഫർമേഷൻ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 9-ാം മാസം 2026 9-ാം മാസത്തിലാണ് അടുത്ത പൂൾ ഓപ്പൺ ആവുക. ഏകദേശം 5100 കോയിനാണ് ഡെയിലി റിലീസായി വരിക. അപ്പോൾ ഏകദേശം 22,500 കോയിന് ഡെയിലി റിലീസായി വരും. അങ്ങനെയുള്ള ഒരുപാട് ഇൻഫർമേഷൻസ് നമുക്ക് ഈ പിങ്ക് സൈഡിൽ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഓക്കെ, താഴേക്ക് എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് വാലറ്റുകൾ കാണിക്കാൻ പറ്റും. നമ്മളെല്ലാവരും ലോക്ക് ചെയ്ത വാലറ്റുകളെല്ലാം ഇതിൽ കാണിക്കുന്നുണ്ടാവും. ഓക്കെ, ഇതിൽ ഒരുപാട് വാലറ്റുകൾ ഉണ്ടാവും, ഒരുപാട് പേജുണ്ട്. അപ്പോൾ എല്ലാ ഇൻഫർമേഷനും നമുക്ക് തന്നെ ഇവിടെ ചെക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഓരോരുത്തർ പറയലുണ്ട് കമ്പനിൻ്റെ കയ്യിലാണ് കോയിന് കിടക്കുന്നത്, കമ്പനി സെല്ല് ചെയ്താലോ. ഇപ്പോൾ അത് ലോക്കറിൽ പോയി കഴിഞ്ഞാൽ നമുക്കിത് പിങ്ക് ലോക്കറാണ് ഈ കാണുന്നത്. പിങ്ക് ലോക്കറിലാണ് ഇപ്പോൾ നമ്മളെല്ലാം ചെക്ക് ചെയ്തത്. കമ്പനിൻ്റെ സൈറ്റിലോ കമ്പനിൻ്റെ വെബ്സൈറ്റിലോ ഒന്നുമല്ല, പിങ്ക് ലോക്കറിലാണ് ഈ കാണുന്നതെല്ലാം. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ സെർച്ച് ചെയ്ത് പഠിക്കാൻ പറ്റും. അതേപോലെ കമ്പനിക്ക് കിട്ടുന്ന കോയിൻസ്, കമ്പനിക്ക് കിട്ടുന്ന വീക്കിലിയാണ് കിട്ടുന്നത്. കമ്പനി പലരും പറയലുണ്ട് കമ്പനി ബാക്ക് കൂടെ സെല്ല് ചെയ്യും. ബാക്ക് കൂടെ സെല്ല് ചെയ്യാനുള്ള കമ്പനീൻ്റെ കയ്യിൽ കോയിനില്ല, എല്ലാം ലോക്കറിലല്ല കിടക്കുന്നത്. ഈ ഒരു എയർ ഡ്രോപ്പ് വരുന്ന റിവാർഡ് വരുന്ന കോയിൻ മാത്രമേ പുറത്തേക്ക് വരുള്ളൂ, റിവാർഡായിട്ടേ വരുള്ളൂ. അപ്പോൾ അതെല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ.